ഇന്നത്തെ യാത്ര അത് എടപ്പാൾ പൊന്നാനി ഭാഗത്തേക്കാണ്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. അപ്പോൾ ഇന്ന് ഗെറ്റ് ടുഗദർ ഉണ്ട് നമുക്കവിടെ. അതിനുവേണ്ടി പോവാണ് കേട്ടോ. സാധാരണ ഓണം കഴിഞ്ഞിട്ടുണ്ടാവാറ്. ഇപ്രാവശ്യം ഓണം ലാസ്റ്റ് ആയതുകൊണ്ട് ഓണത്തിന് മുന്നെയാണ് പോയത്. പോണത് നമ്മൾ NH66 കൂടെയാണ്. അത് പുതിയ റോഡ് ക്രിയേറ്റ് ചെയ്താണ്. 6 വരി പാതയാണ്. എടപ്പാൾ എത്താൻ സുഖമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പുരാട വാണിഭത്തിൻ്റെ തീമാണ്. എടപ്പാൾ അങ്ങാടിയിൽ പൂരാട ദിവസം നടക്കുന്ന ഒരു സംഭവമാണ് പൂരാട വാണിഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡും കച്ചവടങ്ങളുണ്ടാവും. വൈകുന്നേരത്താണ് തിരക്കുണ്ടാവും. അത് രാവിലെ നേരം ആയതുകൊണ്ടാണ് കടകളൊക്കെ അടഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് ഉണക്കമീൻ, ചട്ടികൾ, കലങ്ങൾ, പായകൾ, കത്തികൾ, അതുപോലെ പഴക്കൊലകൾ, അങ്ങനെ എന്ത് വേണം എല്ലാം കിട്ടും. വാണിഭത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്ന പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ പുരാട വാണിഭമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് എത്തി. ഈ വീടും ഈ സ്ഥലവും എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. ഈ വഴിയും പ്രിയപ്പെട്ടതാണ്. ഇപ്രാവശ്യം എന്താണ് ഗെറ്റ് ടുഗദറിന് കുറച്ചധികം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ സദ്യയാണ്. അതുകൊണ്ട് തന്നെ ഗെറ്റ് ടുഗദറിൻ്റെ അന്ന് നോൺ വെജ് ആയിരുന്നു. ഈ പായസം അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഗുരുവായൂരിലെ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. അതിന് എന്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാലും പോലെ അത്ര രുചിയായിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടാക്കിയതാണ്. ആ ഒരാൾക്ക് ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. അത്രയും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഒരു പന്തിയായിട്ട് കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് സമാധാനമായി കഴിച്ചിരുന്നു. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ കസേരകളി ഉണ്ടായിരുന്നു, വലിയവരുടെ കസേരകളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുന്ദരിക്ക് പൊട്ടോടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരും ചെയ്യും കേട്ടോ. എല്ലാവർക്കും പറഞ്ഞ പോലെ തിരക്കാണ്, ലീവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിരിച്ചു വരും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പോരും. തിരിച്ചു വരുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു, മഴയും പെയ്തു കേട്ടോ. അപ്പോൾ വരുന്നത് പൊന്നാനി ഭാഗത്തു കൂടെ വന്നത്. കാരണം വെച്ചാൽ അവിടെ റോഡ് ബ്ലോക്കാണ്. രാവിലെ വൈകുന്നേരമായ റോഡ് ബ്ലോക്കാവും. അതുകൊണ്ട്